Whew. What a victory, what a victory. എത്ര നാൾ കൂടി ഇങ്ങനത്തെ ഒരു മാച്ച് കാണുന്നു. ശരിക്കും ഈ സീസണിൽ നമ്മൾ വൺ ആഫ്റ്റർ അനദർ ഒരു മാച്ച് കഴിഞ്ഞ് അടുത്ത മാച്ച് തുടരെ ഫെയിലാകുന്നു, അല്ലെങ്കിൽ ഒരു വിധത്തിൽ സമനില പിടിക്കുന്നു. അങ്ങനെ ഡിസ്റ്റർബായി നമുക്ക് ശരിക്കും ഈ ഒരു മാച്ച് ശരിക്കും ഒരു പുത്തൻ പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്. ശരിക്കും ഹോലൻഡിൻ്റെ ആ ഒരു മൂന്നാമത്തെ ഗോളിന് ശേഷം ശരിക്കും എനിക്ക് കരച്ചിൽ വന്നു. അത് എസ്പെഷ്യലി നമ്മൾ ആ ഒരു കംബാക്ക് വിക്ടറി പ്ലസ് ഹോലൻഡിൻ്റെ ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോളാണ്. ത്രൂ ഔട്ട് ദ മാച്ച് നമ്മൾ നോക്കിയാൽ ഹോലൻഡിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ നോക്കിയാൽ ഭയങ്കര മോശമായിരുന്നു. പുള്ളിയുടെ പൊസിഷനിങ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. ഡിഫൻഡർ പുള്ളിയെ കണ്ടിന്യൂസ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ത്രൂ ഔട്ട് ദ മാച്ച് കണ്ടത്. എനിക്ക് ശരിക്കും പ്രാന്തായിരുന്നു ഒരു കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും. ഹോലൻഡിൻ്റെ പെർഫോമൻസിൽ പ്രാന്തായിട്ടിരുന്ന സമയത്താണ് പുള്ളി വന്നിട്ട് ആ ഒരു ഗോൾ അടിക്കുന്നത്. ശരിക്കും അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് യുണൈറ്റഡിൻ്റെ ആ ഒരു കംബാക്ക് വിന്ന് പ്ലസ് ഹോലൻഡിൻ്റെ ഗോൾ, അപ്പോൾ ഹോലൻഡിന് വേണ്ടിയും യുണൈറ്റഡിന് വേണ്ടിയും ഒരേപോലെ ഹാപ്പി ആയ ആ ഒരു മൊമെൻറ്റ് ശരിക്കും എനിക്ക് സങ്കടം വന്ന ഒരു മൊമെൻറ്റാണ്. അപ്പം ഇങ്ങനത്തെ ഒരു മാച്ച് കണ്ടിട്ട് എനിക്ക് വീഡിയോ ചെയ്യാതെ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, കിടന്ന ഉറക്കം വരത്തില്ല. അതാണ് ഞാൻ പെട്ടെന്ന് വന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. ശരിക്കും എന്തൊരു മാച്ച്. ശരിക്കും നമ്മൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വില്ല അവർ കൂടുതലും സെറ്റ് പീസസ് ആയിരുന്നു ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന. 2 ഗോളുകളും 21-ാമത്തെ മിനിറ്റ് 26-ാമത്തെ മിനിറ്റ് ഈ 2 ഗോൾ നോക്കിയാൽ ഓൾമോസ്റ്റ് സെയിം ആണ്. സെറ്റ് പീസ് വഴി ആണ് അവർ സ്കോർ ചെയ്തത്. സെറ്റ് പീസ് ഡിഫെൻഡിങ് നമ്മൾ വീണ്ടും മോശമാണെന്ന് ഇന്നത്തെ മാച്ച് വീണ്ടും തെളിയിച്ചു തന്നു. 21-26. പക്ഷേ ഈ 2 ഗോളിൽ അല്ലെങ്കിൽ 2-0 പുറകിൽ നിന്നതിന് ശേഷം യുണൈറ്റഡ് നടത്തിയ ആ ഒരു കംബാക്ക് ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യണം. യൂഷ്വലി നമ്മൾ നോക്കിയാൽ യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സ് ഷോൾഡർ ഡ്രോപ്പ് ചെയ്യുന്നതാണ് നമ്മൾ യൂഷ്വലി കാണുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു 21-26 മിനിറ്റിന് ശേഷം ശരിക്കും യുണൈറ്റഡ് കണ്ടിന്യൂസ് ആയിട്ട് ബോൾ ഡോമിനേറ്റ് ചെയ്യുന്നു, അറ്റാക്കിലേക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ യുണൈറ്റഡ് ഫൈറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആര് ഗോൾ അടിക്കും എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കിയാൽ ആദ്യത്തെ ഗോൾ ഗർണാച്ചോ സ്കോർ ചെയ്ത ആദ്യത്തെ ഗോൾ ഗർണാച്ചോയുടെ ഓഫ് സൈഡ് കാരണം റൂൾ ഔട്ടായി. അത് കഴിഞ്ഞ് വീണ്ടും ഞാനാണ് തല കൈവച്ചിരിക്കുകയായിരുന്നു. എൻ്റെ പൊന്നെ, ഇത് എവിടെ നിന്ന് അവസാനിക്കും, എങ്ങനെ ഒരു ഗോൾ സ്കോർ ചെയ്യുമെന്ന് ആ ഒരു ചിന്ത ഇന്ന സമയത്താണ് ശരിക്കും ഗർണാച്ചോയുടെ ആ ഒരു ഗോൾ. ബ്രൂണോ മിഡ്ഫീൽഡിൽ ബോൾ വിൻ ചെയ്ത് റാഷ്ഫോർഡിനെ ഫൈൻഡ് ചെയ്യുന്നു. റാഷ്ഫോർഡും ഗർണാച്ചോയും കൂടെ റൺസ് മേക്ക് ചെയ്യുന്നു. റാഷ്ഫോർഡിൻ്റെ പാസ് ഗർണാച്ചോ ഫിനിഷ് ചെയ്യുന്നു. ശരിക്കും വില്ലയുടെ ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ്. എമിലിയാനോ മാർട്ടിനസിനെ ബീറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ്. അത് ഗർണാച്ചോ ശരിക്കും 2 ഗോളിലും പുള്ളിയെ നല്ല രീതിയിൽ കബളിപ്പിച്ച് ഗോൾ സ്കോർ ചെയ്തു. ഇപ്പോൾ ഹോലൻഡിൻ്റെ ഗോളാണെങ്കിൽ നമ്മൾ സെറ്റ് പീസ് വഴി തിരിച്ച് ബ്രൂണോ എടുത്ത കോർണർ കിക്ക് നേരെ ചെല്ലുന്നത് നമ്മുടെ മഗ്ഗിൻ്റെ അടുത്താണ്. മഗ്ഗിൻ്റെ ദേഹത്ത് തട്ടിയത് അത് റീബൗണ്ടായിട്ട് ഹോലൻഡിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഫസ്റ്റ് ടൈം ഷോട്ട് ഹോലൻഡ് ലെഫ്റ്റ് ഫുട്ട് വഴി എടുക്കുന്നു, നേരെ ഗോൾ. അതായിരുന്നു ദി മൊമെൻറ്റ്. ശരിക്കും ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പി എന്നല്ലാതെ ഞാൻ പറയുന്നത്. വില്ലയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വില്ലയുടെ ഈ ഒരു പ്ലേയിങ് സ്റ്റൈല്, ഡിഫൻസീവ് ഹൈലൈനൊക്കെ സെറ്റ് ചെയ്യുന്നു, ഓഫ് സൈഡ് ട്രാപ്പിൽ കുരുക്കാൻ ശ്രമിക്കുന്നു. ഇത് എനിക്ക് തോന്നുന്നു യുണൈറ്റഡിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിനെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ബോൾ വിന്നിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സ്. ഈ ഒരു ഓഫ് സൈഡ് ട്രാപ്പിൻ്റെ കാര്യം നോക്കിയാൽ ഇന്നാണെങ്കിലും എനിക്ക് ഫസ്റ്റ് ഹാഫിൽ മാത്രം 6 പ്രാവശ്യമാണ് യുണൈറ്റഡിൻ്റെ ഫോർവേഡ്സിനെ ഓഫ് സൈഡ് ട്രാപ്പിൽ ഈ വില്ല ടീം കുരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ഡിഫൻസീവ് ഹൈലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് അവരുടെ ആ ഒരു എന്നാ പറയുന്നത് ഡിഫൻസീവ് ലൈൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഓപ്പോസിഷനെ ഓഫ് സൈഡ് ട്രാപ്പിൽ കുരുക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്ക് അവർക്കുണ്ട്. അപ്പോൾ അത് ത്രൂ ഔട്ട് പ്രീമിയർ ലീഗ് നോക്കിയാലും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓപ്പോസിഷനെ ഈ ഒരു ഓഫ് സൈഡ് ട്രാപ്പിൽ കുരുക്കിയ ടീം. ഇപ്പോൾ ഈ ഒരു മാച്ചിന് മുന്നേ എനിക്കൊന്ന് 74 അങ്ങനെ ഉണ്ടായിരുന്നു. 74 തവണയാണ് ഈ മാച്ചിന് തൊട്ട് മുന്നേ വില്ല ഓപ്പോസിഷനെ ഈ ഓഫ് സൈഡ് ട്രാപ്പിൽ കുരുക്കിയിരുന്നത്. അപ്പം ഈ മാച്ച് ആയപ്പോൾ അതിലും കൂടുതലായി. ഫസ്റ്റ് ഹാഫിൽ തന്നെ 6 പ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി യുണൈറ്റഡിൻ്റെ റൺസ് അല്ലെങ്കിൽ റാഷ്ഫോർഡിൻ്റെ കുറേ റൺസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ബാക്കിലുള്ള പ്ലെയേഴ്സ് മടിക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ അല്ലെങ്കിൽ ബോൾ റിലീസ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നു കഴിഞ്ഞ്
നമുക്ക് കറക്റ്റ് സമയങ്ങളിൽ ഗോൾ വന്നു. ആ ഒരു ഗർനാച്ചോടെ ഗോൾ ഡിസ്അലൗ ആയിട്ടും നമ്മൾ തിരിച്ചു വന്ന് ഗോൾ കണ്ടിന്യൂസ് ഇൻ്റർവെൽസിൽ ഗോൾ സ്കോർ ചെയ്ത് തിരിച്ചു വന്ന് ആ ഒരു കംബാക്ക് വിക്ടറി. ശരിക്കും വില്ല പോലത്തെ ടീം എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ ഈ ഒരു സീസണിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് ആണ്. നമുക്കറിയാം ഈ മാച്ചും കൂടെ അവർ ജയിച്ചിരുന്നെങ്കിൽ അവർ എനിക്ക് തോന്നുന്നത് ലിവർപൂളുമായിട്ട് സെയിം ഒരേ പോയിന്റ്സിൽ എത്തി നിന്നനെ. അപ്പം അങ്ങനെ അത്രയും ഫോമിൽ നിൽക്കുന്ന വില്ല ടീം, അതും ഉനായ് എമറിയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഉനായ് എമറി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ, ഈ ഒരു കോച്ച് ശരിക്കും ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. അവിടെ ആർസനലിൽ പോയിട്ട് അവിടുത്തെ ഒരു ട്രാജഡിയും വെച്ചിട്ട് പുള്ളിയെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിയുടെ കംബാക്ക് ആണ് ഈ ഒരു ആസ്റ്റൺ വില്ലയുടെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ആസ്റ്റൺ വില്ലയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉനായ് എമറി അവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഈ ഓപ്പോസിഷൻ അനുസരിച്ച് പുള്ളി അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹോൾ ടീമിൻ്റെ പ്ലേയിങ് സ്റ്റൈല് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിനെ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കിയാൽ അത് ഓപ്പോസിഷൻ്റെ ആ ഒരു ടീമിൻ്റെ വീക്ക്നെസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ പ്ലേയിങ് സ്റ്റൈല്. അത് ഒത്തിരി മാനേജേഴ്സിനൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല. മിക്ക മാനേജേഴ്സും നമ്മൾ നോക്കിയാൽ അവർക്കൊരു പ്ലേയിങ് സ്റ്റൈൽ കാണും, അതിൽ അവർ മാസ്റ്റർ ആയിരിക്കും. പക്ഷേ ഉനായ് എമറി അതല്ല, പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അത് പല മാച്ചസിൽ ഓപ്പോസിഷൻ അനുസരിച്ച് പുള്ളി കാണിച്ച് തരുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ഇനിയോസിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഒക്കെ അവിടെ ഗാലറിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഹാപ്പി ആയി കാണും. അവരുടെ ആ ഒരു ഷെയർ മേടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ മാച്ച് അത് ഈ രീതിയിലുള്ളൊരു കംബാക്ക് വിക്ടറിയാണ്. ഗർനാച്ചോ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ, നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാവുന്നത്. ഞാൻ ഓവർ എക്സാജറേറ്റ് ചെയ്യല്ല, പക്ഷേ ഗർനാച്ചോ ശരിക്കും നമുക്കൊരു അടുത്ത യുണൈറ്റഡിൽ നിന്നുള്ള അടുത്ത ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന പദവിയിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഗർനാച്ചോ ആണ്. ഗർനാച്ചോയുടെ ബ്രില്യൻസിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ആ ഒരു കംബാക്ക് നടത്തി ഈ ഒരു വിജയത്തിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ അത് ഗർനാച്ചോയ്ക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു മാച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ടെൻഹാഗിൻ്റെ ഭാഗത്തുനിന്ന് ടെൻഹാഗ് ആൻ്റണിയെയും മക്ടോമിനെയും ഫസ്റ്റ് 11 നിന്ന് ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്ന നല്ലൊരു കാര്യം നടന്നു. ആൻ്റണിയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടും ആൻ്റണി മേളിലോട്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓടുന്നുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. ഇങ്ങനെ സബ്ബായിട്ടൊക്കെ ഇടയ്ക്ക് കുറച്ച് സമയം കൊടുക്കാം എന്നല്ലാതെ ഈ മനുഷ്യനെ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു സക്സസ് ആകാൻ പറ്റും എന്ന്, ആൻ്റണിയെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാഷ്ഫോർഡ് ലെഫ്റ്റിലും ഗർനാച്ചോ റൈറ്റിലുമായിട്ട് തുടങ്ങി. ഗർനാച്ചോയ്ക്ക് റൈറ്റോ ലെഫ്റ്റോ എവിടെയും കളിപ്പിക്കുക ഗർനാച്ചോയുടെ 100% കൊടുക്കും എന്നുള്ളത് വീണ്ടും പുള്ളി പ്രൂവ് ചെയ്തു. അതുമാത്രമല്ല, നമ്മൾ മിഡ്ഫീൽഡ് നോക്കിയാൽ മിഡ്ഫീൽഡിൽ മക്ടോമിനയ്ക്ക് പകരം എറിക്സൺ വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് ദ ബോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കോബി മെയ്നോ, എറിക്സൺ, അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ വന്നു നമ്മൾ അറ്റാക്കിലേക്ക്. അല്ലെങ്കിൽ വിത്ത് ദ ബോൾ പോകുമ്പോൾ യൂഷ്വലി ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഒരു 3-5 എന്നൊക്കെ പറയാവുന്ന ഫോർമേഷനായിരുന്നു. കാരണം ഡലോ ഇൻവേർട്ടഡ് ആയിട്ട് മെയ്നോയെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വെറാൻ കുറച്ച് മുന്നിലേക്ക് വന്ന് മിഡ്ഫീൽഡിൽ കളിക്കും, ബോളൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബോളുമായിട്ട് മിഡ്ഫീൽഡിലേക്കൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. വെറാൻ പോകുന്ന കണ്ടു. വാൻ ബിസാക്ക ചില സമയങ്ങളിൽ ഇൻവേർട്ടഡ് ആയിട്ട് മെയ്നോയെ ജോയിൻ ചെയ്യുന്ന കണ്ടു. അപ്പോൾ ആ രീതിയിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി ആ ഒരു സെൻട്രലി കുറച്ച് എക്സ്പോസ് ആകാതിരിക്കാനൊക്കെ ടെൻഹാഗ് ഈ ഒരു മാച്ചിൽ ശ്രമിച്ചിട്ടുണ്ട്. മാച്ചിനെ പറ്റി അതുപോലെ തന്നെ കുത്തിയിരുന്ന് കണ്ട ആൾക്കാരൊക്കെ ഹാജർ വെക്കുക, കമൻറ്റിൽ ഹാജർ വെക്കുക, കുത്തിയിരുന്ന് മാച്ച് കണ്ട ആൾക്കാർ. കാരണം ഈ മാച്ച് ശരിക്കും ഞാൻ ഒന്ന് അലാറം വെച്ച് എഴുന്നേറ്റിട്ട് വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ എന്തേലും ആയിട്ട് ആസ്റ്റൺ വില്ലയായിട്ട് കണ്ടു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ശരിക്കും വർത്ത് മാച്ചായിപ്പോയി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇടാം. ഗ്ലോറി മാൻ യുണൈറ്റഡ്. ബൈ ഗൈസ്.